ഈ ലോകത്ത് പല മഹാമാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ യുക്തി ന്യായം പറയുന്ന ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശരി തന്നെ അമ്മ, ഞാനും കണ്ടിട്ടില്ല. നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നേ? എന്നോട് പറയാണ്ടെങ്കിലേ എന്റെ മൂത്ത് നോക്കി വേണം പറയാൻ. ചേട്ടാ കൂടുതൽ കളിക്കല്ലേ. മാങ്ങരാജ് ആരാണെന്ന് ജംഗ്ഷനിൽ പോയി അന്വേഷിച്ച് അറിയാൻ പറ്റും. നീ ജംഗ്ഷനിൽ പോയി അന്വേഷിക്കടാ മുട്ട പാലുകാരെന്ന്. ഈ വട്ടുപാല് എനിക്ക് ജംഗ്ഷനിൽ പോയി അന്വേഷിക്കടാ മുട്ട പാലുകാരെന്ന്. ഈ വട്ടുപാല് എനിക്ക്. അമ്മ ആ ആന്റിയുടെ ഭർത്താവിന്റെ 2 കിഡ്നിയും തകരാറില്ല. 3 അല്ലേടി? അല്ല കിഡ്നി 2 ഉള്ളൂ. അല്ല കിഡ്നി 2 ഉള്ളൂ. ആ ഗേറ്റടച്ചിട്ടാ? ഓ അടച്ചിട്ട്. ഒരു പട്ടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും, ഭയങ്കര ശല്യം. അടച്ചിടണേണ് നല്ലത്. എന്നാ അകത്തുള്ള പട്ടിയെ പുറത്തുള്ള പട്ടി വന്ന് കടിക്കൂലല്ല. നീ പൈസ വല്ലതും കൊടുത്താ? ചുമ്മാ എല്ലാം ചെളിക്ക് പോണത്. കഷ്ടം. ചില പെണ്ണുങ്ങളെ കാര്യാലോചനണ്ടല്ലോ. ചാവട്ടി അരച്ചളാന്ന് തോന്നുന്നു. ചില പെണ്ണുങ്ങളെ നിങ്ങൾ രണ്ടുപേരുടെ ബാഗിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല. യൂണിഫോം ചെറുതായിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച തന്നെ ഈ വർഷം ഉപയോഗിച്ചാ മതി, കേട്ടല്ലോ? കുട്ടുമാമ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ പറ. ഞങ്ങള് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ബുക്ക് ഈ വർഷം ഉപയോഗിച്ചാൽ മതിയോ? അമ്മൂമ്മേ അമ്മൂപ്പനെന്തി? താഴെ തൊടിയിലുണ്ട്. വീട്ടിൽ കയറ്റാറില്ലേ? അമ്മൂപ്പനെന്തി? താഴെ തൊടിയിലുണ്ട്. വീട്ടിൽ കയറ്റാറില്ലേ? ഞാൻ നോക്കിയപ്പോഴും ഒരു പച്ചപ്പട്ട് ബ്ലൗസും പാവാടയൊക്കെ ഇട്ട് കഴുത്തിൽ നെക്ലസ് ഒക്കെ ഇട്ട് കാതിൽ കമ്മൽ, സ്വർണ്ണ കമ്മലുണ്ട്. ഇവിടെ ഒരു 5 വള സ്വർണ്ണ വള, ഇവിടെ ഒരു 5 വള. കാലിലാണെങ്കിൽ സ്വർണ്ണ കൊലുസിടക്കണം. ഞാൻ അധികം ഒന്നും ശ്രദ്ധിക്കാൻ പോയി. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാ പോരാ. ഞാൻ അധികം ഒന്നും ശ്രദ്ധിക്കാൻ പോയി. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാ പോരാ. നിന്റെ അലീന ഫ്രാൻസിസിന് പാചകം ചെയ്യാൻ അറിയോ? ഇപ്പഴേ പഠിപ്പിച്ചു കൊടുക്കണം, നല്ലതാ. അവളുടെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അവനെ മോൻ കണ്ടോ? കിഴങ്ങമ്മത്രോസിന്റെ അച്ഛൻ. അച്ഛനല്ലേ, വേറെ അച്ഛൻ. കേശവ് ഇവിടെ വരൂ. കേശവ് എന്തിനാ നടക്കുമ്പോ ബട്ടക്സ് തള്ളി പിടിക്കുന്നത്? That is a manufacturing defect, Papa. നടക്കുമ്പോ ബട്ടക്സ് തള്ളി പിടിക്കുന്നത്? That is a manufacturing defect, Papa. നീ ആരടാ? കുടികാരാ. നീ ഒരു കാര്യം ചെയ്യാം, 1 മുഴം കയറില്ലേ എല്ലാവർക്കും കൂടെ ജീവനം അവസാനിപ്പിക്കാം. അച്ഛാ, 1 മുഴം കയറെന്ന് പറയുമ്പോ ഇത്രയല്ലേ വേറുള്ളൂ? അതിലെങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും? ചേച്ചിക്ക് പറഞ്ഞ പോലെ നിങ്ങളെ ഭയങ്കര അസൂയാണല്ലോ അതില്. സോറി. മതിയടാ, നിർത്ത അച്ഛന്റെ മോൻ ചമഞ്ഞത്. എന്റെ മോളെ സ്നേഹിക്കാൻ ആരുമില്ല, അതിനെ സ്നേഹിക്കാൻ ഞാനും എന്റെ മൂപ്പിലും ഉണ്ട്. Grandmother, don't misunderstand me. I am saying about both of them are. Shut up your muddy mouth, you idiot. Grandson. Shut up your muddy mouth, you idiot. Grandson. ഈ കൊട കൊണ്ടുപോണ പോലെ തന്നെ മറക്കാതെ തിരിച്ചു കൊണ്ടുവരാം. അയ്യോ കൊണ്ടുവരാ. അതെ, നിവർത്തുമ്പോ സൂക്ഷിച്ച് നിർത്തണം കേട്ടോ. ഇത് നിവർത്തൂല, കക്ഷത്ത് വെച്ചോണ്ട് പോവാ. മഴ എന്നാ വല്ല വാഴയില് ചേമ്പരെ തലക്കി പിടിച്ചോണ്ട് വരാം. ഭർത്താവ് സുഖം തന്നെ? മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? വേറെ എവിടെ പോവാ, ഇവിടെ തന്നെ ഉണ്ട് എപ്പോഴും. അല്ല അച്ഛൻ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഈ ഭൂമിയിലെ വൃക്ഷലതാദികളെല്ലാം വെറുതെ ദൈവം പടച്ചു വിട്ടതല്ല. അതിന് ഓരോരോ കാര്യങ്ങളുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമായി വിഷ്ണു ചേട്ടനെ കെട്ടിച്ചേരാന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ സമ്മതിക്കണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ അച്ഛനോട് പറഞ്ഞ എന്ത് വിലയോടത്തും വിഷ്ണു ചേട്ടനെ കല്യാണം കഴിച്ചു. അല്ല, നീ നിന്റെ അച്ഛനും ആരാ? കൊറേ നേരം കൂടെ പറയണ്ട് വിലയെടുത്ത് വാങ്ങിച്ചേരുമെന്ന്. അല്ല, വിലയെടുത്ത് വാങ്ങിക്കാനായിട്ട് എന്താ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റിയിരിക്കുന്ന വല്ല സാധനമാണോ? പോപ്പറിനും പറ്റിയാണോ? മിണ്ടായിരിക്കും വാലു. പോപ്പറിനും പറ്റിയാണോ? ഞാൻ തൊട്ടൊന്നും പോയിട്ടില്ല.
ചായ ഒക്കെ നമുക്ക് പിന്നെ കുടിക്കാം. ആരാ വിളിച്ചാടാ? ആരാ വിളിച്ചാടാ? അച്ഛൻ ഇങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് എന്നാ? എങ്ങനത്തെ ടൈപ്പാ അച്ഛൻ? ഞാൻ വേറെ അച്ഛനെ കുറിച്ച് പറയായിരുന്നു. എത്ര അച്ഛൻ ഉണ്ട്? ഒരു ദിവസം നമ്മൾ എല്ലാരും കൂടെ വയലിൽ കളിക്കായിരുന്നു. കളിച്ചോണ്ട് നിന്നപ്പോഴ് ഒരു വലിയ എരുമ കയറും പൊട്ടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ കൂടെ നിന്നവരൊക്കെ 4 പാടും തെറിച്ചു കൊടുക്കണം നിന്ന്. ഞാൻ മാത്രം ധൈര്യത്തോടെ നെഞ്ചു പിരിച്ച് ഇങ്ങനെ നിന്നു. അയ്യപ്പ ഇരുമ ചിറ്റപ്പനൊന്നും ചെയ്തില്ലേ? ചിറ്റപ്പനെ എരുമ എന്ത് ചെയ്യാൻ? ചിറ്റപ്പനെ പേടിച്ചനങ്ങാൻ നിന്ന് നിപ്പി ചാണകം കിട്ടും. ഓടി ഒന്ന് എരുമ ഇത് കണ്ട് തിരിഞ്ഞ് നാണം കെട്ട് ഒറ്റ ഓട്ടം എനിക്ക് പോടാ ഓടിച്ചാ. அம்மா அப்படியெல்லாம் சொல்ல வேண்டாம். அண்ணாவோட முகத்தை பாருங்களேன், சிரிப்பை பாருங்களேன், பச்சை குழந்தை மாதிரி. ആമാ കൊരങ്ങു മാതിരി ഇരിക്കെ. பச்சை குழந்தை மாதிரி. ആമാ കൊരങ്ങു മാതിരി ഇരിക്കെ. ഇവ നമ്മളെ ചെറുക്കായി ഈ പെണ്ണിനെ കൊണ്ട് മുഴുവൻ കറക്കണമെന്ന് മാത്രമല്ല അവര് തമ്മിൽ ചെറിയ ഇഷ്ടത്തിലാണെന്നൊക്കെയാണ് അവര് പറയണത്. ഇത് നീ അറിഞ്ഞെന്നാ ഇവനെ എടുത്തിട്ട് അടിച്ചില്ലാതാക്കി തൊന്തരവ് കെട്ട് നീ അവസാനം പറഞ്ഞെന്ന് 1 or 2 വർഷം കഴിയട്ട് പിന്നെ അവന് തന്നെ ആ പെണ്ണിനെ അങ്ങ് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞെന്ന്. ഞാൻ നിന്റെ അടുത്ത് റോഡി വെച്ച് അറിഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞു അതിന് നീ എന്റെ അടുത്തൊന്ന് കയറിയാ ഒരുമാതിരി കാണിക്കല്ലേ. നീ ബാസിന്ന് വിളിക്കില്ല, കുറച്ചു നേരത്തെ വിളിച്ചാ മതി. പഠിക്കല്ലേ.